വെൽക്കം. തഹ്മനാണ്. നർവ് സിസ്റ്റം അനാറ്റമി ആൻഡ് ഫിസിയോളജി വീഡിയോ സീരീസിലെ നമ്മുടെ 7ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയാ സിനാപ്സിനെ കുറിച്ചിട്ടാണ്. സിനാപ്സ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിനാപ്സസ്, ഇതാണ് നമ്മൾ പറയാം. നമുക്കറിയാം, ഒരു ന്യൂറോൺ മറ്റ് ധാരാളം ന്യൂറോൺസുമായിട്ട് ഒരേ സമയം കണക്റ്റഡ് ആണ്. ഈ പടം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ന്യൂറോണിന്റെ സെൽ ബോഡിയാണ്. ആൻഡ് ദീസ് ആർ ഡെൻഡ്രൈറ്റ്സ് ആണ്. ആൻഡ് ഡെൻഡ്രൈറ്റ്സ് ഇങ്ങനെ അങ്ങ് പോകുന്നു. ആൻഡ് ഇത് അതിന്റെ ആക്സോൺ ആണ്. ഇങ്ങനെ വെറുതെ ഒരു ആക്സോൺ ഇങ്ങനെ നീളത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് അതിന്റെ ആക്സോൺ ടെർമിനലാണ്. ഓക്കെ. ആൻഡ് ഇത് മറ്റ് ധാരാളം ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പച്ച കളറിലും ചുവപ്പ് കളറിലൊക്കെ വരച്ചിട്ട് ഇത് വേറെ ന്യൂറോണിന്റെ ആക്സോൺ വന്ന് ചേരുകയാണ്. അത് ഇവിടെ എന്റെ സെൽ ബോഡിയിൽ വന്ന് ചേരാം, ഡെൻഡ്രൈറ്റ്സിൽ വന്ന് ചേരാം. ഒരുപാട് ന്യൂറോണുകൾ കണക്ട് ചെയ്യുന്നുണ്ട് അവിടെ. ആൻഡ് ഇതിന്റെ ആക്സോൺ പോയി മറ്റൊരു ന്യൂറോണിന്റെ സെൽ ബോഡിയിൽ പോയി ചേരുന്നു. ഇത് സെൽ ബോഡിയാണ്, ഇത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റിൽ പോയി ചേരും. ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് പോയി ചേരുന്നു. ഈവൻ ടു ആക്സോൺസുമായിട്ട് കണക്ട് ചെയ്യും. ആൻഡ് ഈ ഭാഗം ഒരു കണക്ഷൻ ഭാഗം, ഈ ഭാഗം ഞാൻ ഒന്ന് വലുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് സൂം ചെയ്തും വെച്ചിട്ടുണ്ട്. സോ ഈ കണക്റ്റിംഗ് സൈറ്റ്, ദിസ് കണക്റ്റിംഗ് സൈറ്റ്, ഈ സൈറ്റിനെയാണ് കണക്റ്റിംഗ് സൈറ്റ് ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. ഇവിടെയൊക്കെ ന്യൂറോൺസ് ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ന്യൂറോൺ തന്നെ ആവണമെന്നില്ല. ബിറ്റ്വീൻ ന്യൂറോൺ ആൻഡ് എ മസിൽ, ഏതെങ്കിലും മസിൽ, സ്കെലിറ്റലോ സ്മൂത്ത് മസിലോ അല്ലാത്ത ഏതെങ്കിലും ഗ്ലാൻഡോ ഒക്കെ ആകാം. ഓർ അതർ എനി സെൽസ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സിനാപ്സ് എന്ന് പറയുക. സോ അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിനാപ്സസ് ആർ സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ്. സോ ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് വേർ എന്താണ് സംഭവിക്കുക? അവിടെ ന്യൂറോൺസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ. ഓർ വിത്ത് അതർ ടാർഗറ്റഡ് ന്യൂറോൺസ്. ന്യൂറോൺ തന്നെ ആകാം. ഓർ അതർ സെൽസ്, എനി സെൽ, മസിലാകാം ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ഗ്ലാൻഡ് ആകാം, എവിടെയായാലും ഇതിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുക? സിനാപ്സ്. സോ ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റിംഗ് സൈറ്റ് ഓർ ജംഗ്ഷൻ. ചാൾസ് ഷെറിംഗ്ടൺ ആണ് സിനാപ്സിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പഠിച്ച വ്യക്തിയാണ്. പുള്ളി പറഞ്ഞത്, സിനാപ്സിനെ പറ്റി പറഞ്ഞത്, സിനാപ്സ് ഇസ് എ കണ്ടിഗ്യൂറ്റി ആൻഡ് നോട്ട് എ കണ്ടിന്യൂറ്റി. എന്നോട് ഒരു സിനാപ്സ് വരച്ചത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ആൻ അനാറ്റമിക്കൽ കണ്ടിന്യൂറ്റി അല്ല. ഈ ന്യൂറോൺ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള അനാറ്റമിക്കൽ കണ്ടിന്യൂറ്റി അല്ല, ബട്ട് ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ കണ്ടിന്യൂറ്റി ആണ്. സിനാപ്സിലെ ഈ ഗ്യാപ്പ്, രണ്ട് ന്യൂറോണുകളോ ഒരു സെല്ലുകളോ തമ്മിലോ ചേരുന്ന ഈ സിനാപ്സിലെ ഗ്യാപ്പിനെ നമുക്ക് സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്നാണ് പറയാം. സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ആൻഡ് സിനാപ്സിലേക്ക് അപ്പോൾ വരുന്ന ഒരു ന്യൂറോൺ ഉണ്ട്, അതിനെ നമ്മൾ വിളിക്കുക പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കും. സോ ദിസ് വൺ ഈസ് പ്രീ സിനാപ്റ്റിക്. ഇതാണ് സിനാപ്സിലേക്ക് ഇമ്പൾസ് കൊണ്ടുവരുന്നത്, ഇമ്പൾസ് സെൻഡിങ്. സോ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് വിളിക്കും. അപ്പോൾ സിനാപ്സ് കഴിഞ്ഞിട്ട് അടുത്ത ന്യൂറോൺ ഓർ മസിൽ സെൽ ഉണ്ടാകും. ന്യൂറോൺ ആണെങ്കിൽ നമുക്ക് അവയെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നായിരിക്കും നമ്മൾ വിളിക്കുക. സോ ദിസ് വിൽ ബി ദ വൺ വിച്ച് റിസീവ്സ് ദ ഇമ്പൾസ് റിസീവ് ചെയ്യുന്ന ആളായിരിക്കും. റിസീവ് സെന്റർ ഇയാളായിരിക്കും. ആ ഇമ്പൾസ് വിടുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടാണ് എന്ന് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ആൻഡ് ഒരു ന്യൂറോൺസിന് ഇതേപോലെ 2000-ലധികം മറ്റ് ന്യൂറോൺസ് ഓർ സെല്ലുമായിട്ട് കണക്റ്റഡ് ആകും, അല്ലെങ്കിൽ അത്രയും സിനാപ്സുകൾ ഉണ്ടാകും. സോ ഏകദേശം ബ്രെയിനിൽ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10⁻24 സിനാപ്സ് എങ്കിലും ബ്രെയിനിൽ മാത്രം ഉണ്ടാവുന്നതാണ് ഒരു കണക്ക്. ഇനി നമുക്ക് ഈ സിനാപ്സുകളെ ഒന്ന് തരംതിരിക്കാം. ഫംഗ്ഷനലി 2 തരം സിനാപ്സുകളുണ്ട്. 2 types are there. One is ഇലക്ട്രിക്കൽ സിനാപ്സ് ആണ് ഒരെണ്ണം. രണ്ടാമത്തത് കെമിക്കൽ സിനാപ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ സിനാപ്സ്. ആൻഡ് ഇലക്ട്രിക്കൽ സിനാപ്സ് വളരെ കുറവാണ്, എണ്ണം കുറവാണ്. പക്ഷേ ഇത് ധാരാളം കെമിക്കൽ സിനാപ്സ് നമ്മുടെ ശരീരത്തിലുണ്ട്. ആൻഡ് ഇത് രണ്ടും കൂടി ചേർന്ന ഒരു സംഭവം കൂടി ഉണ്ട്, അതിനെ നമുക്ക് കൺജോയിന്റ് എന്ന് വിളിക്കാം. സോ കൺജോയിന്റ് സിനാപ്സും ഉണ്ട്, ടൈപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇലക്ട്രിക്കൽ സിനാപ്സുകളെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കെമിക്കൽ സിനാപ്സിലേക്ക് പോകാം. ആൻഡ് ഇലക്ട്രിക്കൽ സിനാപ്സിൽ ഇപ്പോൾ ഇതിൽ സ്പേസ് വളരെ കുറവാണ്. സ്പേസ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക, ജസ്റ്റ് ബോക്സ് ആയിട്ട് വരയ്ക്കുകയാണ്. ഇത് മറ്റൊരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ. ഓർ ഇറ്റ് ക്യാൻ ബി ഈവൻ ന്യൂറോൺ ഓർ എ സെൽ ടു സെൽ. ഇപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കാർഡിയോമയോസൈറ്റ്സ് ഒക്കെ എങ്ങനെയാണ്. സോ സ്പേസ് ഈസ് ഓൺലി 4 നാനോമീറ്റർ മാത്രമാണ്. 4 നാനോമീറ്റർ മാത്രം, അത്രയും കുറഞ്ഞ സ്പേസ് ആണ്. ആൻഡ് ഇത്തരം ഇലക്ട്രിക്കൽ സിനാപ്സ് നമ്മൾ വിളിക്കുന്നത് ഗ്യാപ്പ് ജംഗ്ഷൻ എന്നാണ്. ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഗ്യാപ്പ് ജംഗ്ഷൻ ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രിക്കൽ സിനാപ്സസ് ബിറ്റ്വീൻ 2 cells or 2 neurons or a neuron and a cell. ആൻഡ് ഇവിടെ ഇത് രണ്ടും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. സോ ചില പ്രോട്ടീൻസ് ആണ് ഇത് കണക്ട് ചെയ്യുക. ഇവിടെ തമ്മിൽ ചില കണക്ഷൻസ് ഉണ്ട് ഇങ്ങനെ. ആൻഡ് അപ്പോൾ കണക്ഷന് പേര് കണക്ഷൻസ് എന്ന് തന്നെയാണ്, CONNEXION. ആൻഡ് ഇത് ചെയ്യുന്ന പ്രോട്ടീന് കണക്ഷൻ 3636 എന്നൊക്കെ പറയും. സോ ഈ കണക്ഷന് രണ്ടിനുമിടയിൽ ഒരു പോർ ഇങ്ങനെ രൂപപ്പെട്ടു വരും. സോ ഞാൻ വലുതായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു സെല്ല്, ആൻഡ് ദർ ഇസ് എ പോർ ഇൻ ബിറ്റ്വീൻ. ഇവിടെ നിന്നും
ഇവിടെ നിന്നും 2 പോർ രൂപപ്പെടും. ആൻഡ് ഇതിലൂടെ സ്മോൾ അയോൺസിന് പോകാം, സ്മോൾ മോളിക്യൂൾസ്, ചെറിയ സംഭവങ്ങൾക്കൊക്കെ ഇതിലൂടെ ഇങ്ങോട്ടും പോകാം, ഇതിലൂടെ ഇങ്ങോട്ടും പോകാം. സോ എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര വേഗത്തിൽ നടക്കും. സോ ഫാസ്റ്റർ ആണ് ഇത്. ഒരേ സമയം 2 സെല്ലുകൾക്ക്, അല്ലെങ്കിൽ ഇവിടെ 100 കണക്കിന് സെല്ലുണ്ടെന്ന് വിചാരിക്കാം, 100 കണക്കിന് ന്യൂറോൺസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരേ സമയം ഒരേ രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ നമുക്ക് സിൻക്രോണിസിറ്റി എന്ന് വിളിക്കാം. സോ സിൻക്രോണസ് ഫംഗ്ഷൻ ഈസ് പോസിബിൾ ആണ്. ആൻഡ് സാധാരണ ഒരു സിനാപ്സിൽ ഒരു ഡിലേ ഉണ്ടായിരിക്കും, ഇതിൽ ആ ഡിലേ ഇല്ല. സോ നോ സിനാപ്റ്റിക് ഡിലേ ഇല്ല. ഇനി വേറൊരു ഗുണം എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടും വരാം, ഇവിടുന്ന് ഇങ്ങോട്ടും വിടാം. സോ ദിസ് ഇസ് ബൈ ഡയറക്ഷണൽ, 2 ഡയറക്ഷനിലും പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനെ നമുക്ക് ബൈ ഡയറക്ഷണൽ. സോ ഇലക്ട്രിക്കൽ സിനാപ്സിസ് ആർ ബൈ ഡയറക്ഷണൽ ആണ്. ആൻഡ് ബ്രെയിനിൽ ഇങ്ങനെ ടൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ദർ ആർ ലോട്ട് ഓഫ്. ഇൻഫീരിയർ ഒലിവറി ന്യൂക്ലിയസിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ദെൻ ഹിപ്പോകാമ്പസിൽ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, തലാമസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സോ അത് നമ്മൾ വിചാരിച്ചത് കുറവാണ്, ഒട്ടുമില്ല എന്നാണ് ബ്രെയിനിലൊന്നും. പക്ഷെ ഉണ്ട് നമ്മുടെ ഹൃദയത്തിൽ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതുപോലെ ഗ്യാപ് ജംഗ്ഷൻസ് ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് ഹൃദയത്തിലെ വെൻട്രിക്കിൾസും ഏട്രിയൊക്കെ ഒരേപോലെ ഒരേ സമയം കൺട്രാക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേത് കെമിക്കൽ സിനാപ്സ് ആണ്. ഞാൻ ഇച്ചിരി വലുതായിട്ട് അങ്ങ് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ട്രേഡ് മാർക്ക് പടം. അടുത്ത വർഷം സെക്കൻഡ് ഇയറിലൊക്കെ നമുക്ക് ഈ പടമാണ്. സോ ഇതാണ് നമുക്ക് പ്രധാനപ്പെട്ട കെമിക്കൽ സിനാപ്സ് ആണ് ഏറ്റവും പ്രധാനം, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം. ഇവിടെ ഗ്യാപ് ബിറ്റ്വീൻ 2 ന്യൂറോൺ ഓർ ദ സിനാപ്സ് ഇസ് ലിറ്റിൽ ബിറ്റ് ബിഗ്. മറ്റേതിനെ അപേക്ഷിച്ച് ഇത്തിരി വലുതാണ്. എത്ര സൈസ് വരുന്നത് വെച്ചാൽ ഒരു 20 to 40 നാനോ മീറ്റർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ആൻഡ് സിനാപ്സ് നമ്മൾ വിചാരിക്കും ഇവിടെ ഒന്നുമില്ലാത്തൊരു എം ടി സ്പേസ് ആണ്. അങ്ങനെയല്ല, ഒന്നുമില്ലാത്ത എം ടി സ്പേസ് അല്ല. ആൻഡ് ദർ ആർ ഇവിടെ കുറെ പ്രോട്ടീൻ ഫൈബേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് കൊളാജിൻ 6 ഇവിടെ ഉണ്ട്. ദെൻ ദർ ആർ ഷുഗർ ഫൈബേഴ്സ് ഉണ്ട്. ഷുഗർ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ ഹെപ്പരാൻ പ്രോട്ടിയോഗ്ലൈക്കാൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇതിനെയും ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതാണ്. ദെൻ ദർ ആർ ലോട്ട് ഓഫ് എൻസൈംസ്. പല എൻസൈംസ് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള കോളിനെസ്റ്ററേസസ്, അസിറ്റൈൽ കോളിനെയൊക്കെ നശിപ്പിക്കുന്ന കോളിന് ന്യൂറോമസ്കുലർ ജംഗ്ഷനിലും ഒക്കെ ധാരാളം ഉണ്ട്. സോ ഇങ്ങനെയൊക്കെയുള്ള എൻസൈംസും ഒക്കെ ധാരാളം ഇവിടെയുണ്ട്. ഇനി ഈ പ്രീസിനാപ്റ്റിക് ന്യൂറോൺ ഉണ്ട്. ഇത് പ്രീസിനാപ്റ്റിക് ന്യൂറോൺ ആണ്. പ്രീസിനാപ്റ്റിക് ന്യൂറോൺ ഇതിന്റെ എൻഡിൽ ഓർ ആക്സോണൽ എൻഡിൽ ചില കെമിക്കൽസ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ കെമിക്കൽ സ്റ്റോർ ചെയ്ത് വെച്ചു. സോ അത് ഈ സിനാപ്സിനകത്തേക്ക് ഇത് പൊട്ടി ഇതിനകത്തേക്ക് വിടും. ആൻഡ് ദീസ് കെമിക്കൽസ് ഇത് ഇവിടെയുള്ള പോസിനാപ്റ്റിക് ന്യൂറോണിന്റെ സെല്ലിൽ അവിടെ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അത് വേണ്ടി പിടിക്കാനായി. അവിടെ വന്ന് പിടിക്കണം. ഇവിടെ വന്ന് ഒട്ടിച്ചേരുമ്പോഴായിരിക്കും ഇവിടെ ആക്ഷൻസ് ഉണ്ടാകുക, അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ. സോ ഇവിടെയുള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ അപ്പോൾ ഇവിടെ ഉള്ള ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് മാറുകയാണ്. സോ അപ്പോഴാണ് എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടാവുക. സോ അപ്പോൾ ഇത് ഇലക്ട്രിക്കൽ സിനാപ്സ് പോലെയല്ല, ഒരു ചെറിയ ഡിലേ ഉണ്ട്. സോ ഇതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ഡിലേ എന്ന് പറയുക. എത്രയാണെന്ന് വെച്ചാൽ 0.05 മൈക്രോ സെക്കൻഡ് ആണ് ആ ഡിലേ. സോ അതിനാണ് സിനാപ്റ്റിക് ഡിലേ. ആൻഡ് ഈ വിടുന്ന കെമിക്കൽസ്, ഈ കെമിക്കൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ് വിളിക്കുക. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇവിടെ വെസിക്കിൾസിനകത്താണ് സ്റ്റോർ ചെയ്ത് വെക്കുക. സോ പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വിടുന്നു. സോ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇവിടെ ഉണ്ട്. ആൻഡ് ദിസ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലെ റിസപ്റ്ററിൽ വന്ന് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കെമിക്കൽ സിനാപ്സ് എന്ന് വിളിക്കുക. സോ ദിസ് ഈസ് കെമിക്കൽ സിനാപ്സ് ബിക്കോസ് ദ ആക്ഷൻ ഈസ് ത്രൂ എ കെമിക്കൽ വഴിയാണ് ആക്ഷൻ നടക്കുക. അതുകൊണ്ട് ഈ സിനാപ്സസ് ആർ യൂണി ഡയറക്ഷനിലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാത്രമേ നടക്കുള്ളൂ. ഇങ്ങോട്ടേക്ക് നടക്കുമെന്ന് വെച്ചാൽ ഇല്ല, അങ്ങോട്ടേക്ക് നടക്കില്ല. സോ ദിസ് ഈസ് യൂണി ഡയറക്ഷണൽ. മറ്റേത് ബൈ ഡയറക്ഷണൽ ആയിരുന്നു, ഇത് യൂണി ഡയറക്ഷണൽ ആണ്. സോ ഇലക്ട്രിക്കൽ സിനാപ്സിനെ അപേക്ഷിച്ച് ദിസ് കെമിക്കൽ സിനാപ്സ് ആർ ഹൈലി കോംപ്ലക്സ് പ്രോസസ് ആണ്. പക്ഷേ നമ്മുടെ നേച്ചർ, പ്രകൃതി ഇതാണ് കൂടുതൽ ഫേവർ ചെയ്യുന്നത്. പ്രകൃതിയിൽ ഏറ്റവും അധികം കൂടുതൽ കാണുന്നത് ഇലക്ട്രിക്കൽ സിനാപ്സ് അല്ല, കെമിക്കൽ സിനാപ്സ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ വരുന്ന ഇമ്പൾസിനെ നമുക്ക് കൂടുതൽ ശക്തിയേറിയ, ഇവിടെ നിന്ന് ഒരു ഇമ്പൾസ് വരുന്നു, ഇവിടെ എത്തുമ്പോഴത്തേക്കും അതിന് ശക്തി കൂട്ടാനായിട്ട് പറ്റും. അതിനെ നമുക്ക് വിളിക്കുക ആംപ്ലിഫിക്കേഷൻ. സോ ആംപ്ലിഫിക്കേഷൻ ഓഫ് ഇമ്പൾസ് ഈസ് പോസിബിൾ. അത് സാധ്യമാണ്. വരുന്ന ഇമ്പൾസ് വരുന്നു, ന്യൂറോ ട്രാൻസ്മിറ്റർ 100 കണക്കിന് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണല്ലോ വിടുന്നത്. സോ ഇത് ഓരോന്നും ഇവിടെ വന്ന് പിടിക്കുമ്പോഴത്തേക്കും സോ ഇതൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ചെറുതുണ്ടാക്കും, ഇതൊരു ചെറുതുണ്ടാക്കും, അവസാനം ഇതൊരു വലിയൊരു ആക്ഷൻ പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. സോ ആംപ്ലിഫിക്കേഷൻ ഓർ സ്ട്രെങ്തനിങ് ഓഫ് ദ ഇമ്പൾസ് ഈസ് പോസിബിൾ. രണ്ടാമത്തെ കാരണം, ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററും ഓരോ തരമായിരിക്കും. ഒരെണ്ണം വിടുന്നത് എക്സൈറ്റേറ്ററി ആണെങ്കിൽ മറ്റൊരെണ്ണം വിടുന്നത് ഇൻഹിബിറ്ററി ആയിരിക്കും. സോ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് ഇമ്പൾസ് മോഡുലേഷൻ ഈസ് പോസിബിൾ. സോ ഇതേ ന്യൂറോൺ തന്നെ വിടണമെന്നില്ല, നമുക്ക് തൽക്കാലം വേറൊരു ന്യൂറോൺ എന്ന് വരയ്ക്കാം. ഇത് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്ത് വെക്കും. സോ ഇതിന് വേണമെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യാം, ഇതിന് വേണമെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യാം. അപ്പോൾ ഈ ന്യൂറോണിന്
ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യാം, ഈ ന്യൂറോണിനെ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യാം. രണ്ട് ഇൻഹിബിറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ന്യൂറോ ട്രാൻസ്മിഷൻ കുറയും, ഇങ്ങോട്ട് വന്നാലും ഇതിനുള്ള ആക്ഷൻ കുറയും. സോ ഇങ്ങനെയൊക്കെ മോഡുലേഷൻ ഈസ് പോസിബിൾ. സോ മോഡുലേഷൻ ഓഫ് ഇമ്പൾസസ് ഈസ് പോസിബിൾ. മൂന്നാമത്തത്, ഓരോ കെമിക്കൽസിനും പലതരം കെമിക്കൽസ് ആണ് വിടുന്നതെന്ന് പറഞ്ഞു. പലതരം കെമിക്കൽസിനും പലതരം പ്രവർത്തന സമയമാണ്. സോ വേഗത്തിൽ പ്രവർത്തിക്കുന്നവയുണ്ട്, പതിയെ പ്രവർത്തിക്കുന്നവയുണ്ട്. സോ ബ്രോഡ് ടൈം ഡൊമെയിൻ ഈസ് പോസിബിൾ. സോ ഒരു ആക്ഷൻ നമുക്ക് പെട്ടെന്ന് നടത്താം, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നടത്താം, ആഴ്ചകൾ മാസങ്ങൾ കൊണ്ട് നടത്താം. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതുവഴി നടത്താം. ആൻഡ് ഫോർത്ത് വൺ, നാലാമത്തെ ഗുണം എന്ന് വെച്ചാൽ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി ഈസ് പോസിബിൾ. എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് ഈ ന്യൂറോണും ഈ ന്യൂറോണുകളും തുടർച്ചയായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും ഈ എഫക്ട് വിൽ ബി, ഇവിടെ വരുന്ന എഫക്ട് വിൽ ബി സ്ട്രെങ്തൻഡ് ആയിരിക്കും, കൂടുതൽ സ്ട്രെങ്തൻഡ് ആയിട്ട് പോകും. റിപ്പീറ്റഡ് ആക്ഷൻസ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും. സോ തുടർച്ചയായിട്ട് ന്യൂറോണുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഗത്തിൽ കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് പഠിക്കുക, അപ്പോഴാണ് നമ്മൾ ഓർത്തിരിക്കുക. സോ ഓർമ്മ, ബുദ്ധി, ലേണിംഗ്, മെമ്മറി, ഇതിനൊക്കെ ഇതാണ് സഹായിക്കുക. സോ സിനാപ്റ്റിക് പ്ലാസ്റ്റിസിറ്റി, നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ പ്ലാസ്റ്റിസിറ്റി കുറവായിരിക്കും. എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് കൂടുതലായിട്ട് വർക്ക് ചെയ്യും. സോ ഫസ്റ്റ് വേ കഴിഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ വേ ഈസ് ക്ലാസിഫിക്കേഷൻ ഈസ് അനാറ്റമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അനാറ്റമിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യണം ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ് കണക്ഷൻ ഉണ്ടാവുന്നത്, അത് മാത്രമാണ് നമ്മൾ ഇവിടെ നോക്കുക. സോ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഏതാണെന്ന് ചോദിച്ചാൽ ആക്സോഡെൻഡ്രൈറ്റിക് കണക്ഷൻ. ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും. സോ ഇത് ന്യൂറോൺ ആണ്, ഇതൊരു ന്യൂറോൺ, ഇതിന്റെ ആക്സോൺ ആണ് ഈ വന്നിരിക്കുന്നത്. ഈ ആക്സോൺ വന്നതാ ഇവിടെ ഡെൻഡ്രൈറ്റിൽ വന്ന് കണക്ട് ചെയ്തിരിക്കും. ആക്സോഡെൻഡ്രൈറ്റിക് ഓർ ടു ദ ഡെൻഡ്രൈറ്റിക് നോബ്. ഇതാണ് 90 to 95% CNS. രണ്ടാമത്തത് ആക്സോണിൽ നിന്ന് തന്നെ സൊമാറ്റിക് ആണ്. ആക്സോസൊമാറ്റിക് എന്ന് വെച്ചാൽ ടു ദ സെൽ ബോഡിയിൽ ന്യൂറോണിന്റെ സെൽ ബോഡി. സോ വീണ്ടും ദാ ആക്സോൺ വന്നു, അതിന്റെ അറ്റം വന്നതാ ഈ ന്യൂറോണിന്റെ ഇത് സെൽ ബോഡിയാണ്, ഇത് ഡെൻഡ്രൈറ്റ് ആണ്. ഡെൻഡ്രൈറ്റിലെ കണക്ഷൻ പറഞ്ഞു, ഇത് സെൽ ബോഡിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ അതിനെ നമ്മൾ ആക്സോസൊമാറ്റിക് എന്ന് പറയും. അത് ഏകദേശം 5 to 10% ഒരേ ആക്സോൺ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇതിന്റെ ഡെൻഡ്രൈറ്റിലും ഇതിന്റെ സെൽ ബോഡിയിലും പിടിക്കാം. ഇതേ ന്യൂറോണിന് തന്നെ മറ്റൊരു ന്യൂറോണിന്റെ സെൽ ബോഡിയിലും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലും പിടിക്കാം. സോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കണക്ഷൻസ്, സെയിം കണക്ഷൻസ് ആർ പോസിബിൾ. ഇനി വേറൊരു കണക്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തത് ആക്സോൺ ടു അനദർ ആക്സോൺ. സോ ആക്സോണിക് എന്നാണ് അതിന് പറയുക, അത് കണക്ട് ചെയ്യാം. ദെൻ ഡെൻഡ്രൈറ്റിക് എന്ന് പറയുമ്പോൾ ഡെൻഡ്രൈറ്റിക് എന്ന് പറയുമ്പോൾ രണ്ട് ഡെൻഡ്രോൺസ് തമ്മിലോ ഡെൻഡ്രൈറ്റ്സ് തമ്മിലോ കണക്ട് ചെയ്യാം. അടുത്തത് അഞ്ചാമത്തെ പ്രധാനമായിട്ടും നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ കാണാൻ പോകുന്നത് ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ ആണ്. വെച്ചാൽ ഒരു ന്യൂറോൺ ഇങ്ങ് വരുന്നു, അത് കണക്ട് ചെയ്യുന്നത് ടു എ മസിൽ, ക്യാൻ ബി എ ടു സ്കെലിറ്റൽ മസിൽ ഓർ ഇറ്റ് ക്യാൻ ബി എ സ്മൂത്ത് മസിൽ. സോ സ്കെലിറ്റൽ മസിൽ, അതിനെ നമ്മൾ വിളിക്കുക ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്താണെന്ന് കാണും. അതിനുശേഷം നമ്മൾ ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ കാണും. സോ ഇതാണ് അടുത്ത 2 വീഡിയോസ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.